നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധിൻ്റെ കൊച്ചിൻ യൂണിറ്റിൽ നിന്ന് BHI 143 ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് യൂണിറ്റ് 10 ആണ്. ഈ യൂണിറ്റ് 10 നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നലെയും പറഞ്ഞുകൊണ്ടിരുന്ന അതേ സബ്ജക്റ്റിൻ്റെ കണ്ടിന്യൂറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം എൻവയറമെൻ്റൽ ഡെവലപ്മെൻറ്റ് കാരണം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കാരണം യൂണിറ്റിയിലുള്ള വരുന്ന ഗവൺമെന്റിൽ വരുന്ന ഡെവലപ്പിംഗ് നേഷൻസ് എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഓരോ വാർ കഴിഞ്ഞ ശേഷവും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വലുതായി വരുമ്പോഴത്തേക്കും ഈ ഡെവലപ്പിംഗ് നേഷൻസും ഡെവലപ്ഡ് നേഷൻസും വെസ്റ്റേൺ കൺട്രീസിലുള്ള രാജ്യങ്ങളൊക്കെ ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് എന്നാ അല്ലെങ്കിൽ ഡെവലപ്ഡ് നേഷൻസ് എന്ന് പറയുന്നു. അവരുടെ നാട്ടിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എൻവയറമെന്റിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഇതൊക്കെ കാരണം എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് ഓരോന്ന് എക്സാമിൻ ചെയ്ത് അതിൻ്റെ ക്രോസ് ഫയർ അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ കൺട്രീസ് ആ കാലഘട്ടങ്ങളിൽ ഈ വെസ്റ്റേൺ കൺട്രികൾ ഉള്ള യൂറോപ്യൻ കൺട്രികൾ അവർക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല സ്ഥലങ്ങളിലേക്കും സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ച് മൂവ് ചെയ്ത് വന്ന് അങ്ങനെ വരുമ്പോൾ അവരവിടെ കോളനികളായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നു. ഈ തേർഡ് കോളനി അല്ലെങ്കിൽ തേർഡ് വേൾഡിനെയാണ് നമ്മൾ ഡെവലപ്പിംഗ് നേഷൻസ് പറയുക. അതായത് നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുള്ള വെസ്റ്റിൻ്റെ ഒപ്പം എത്തിയിട്ടില്ല, നമ്മൾ ഇപ്പോൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്ന ഒരു നേഷനാണ്, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നേഷൻസ് ആണ്. അതിനാണ് ഈ തേർഡ് വേൾഡ് എന്നും അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഏതൊക്കെ വിധത്തിലാണ് ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നത്? എൻവയറമെന്റ് ഒരു സൈഡില്, ഡെവലപ്മെന്റ് ഒരു സൈഡില്. ഒരു രാജ്യത്തിന്റെ പുരോഗതിനെയാണ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആ രാജ്യത്തിലുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ജീവജാലങ്ങളും അതിൻ്റെ പരിണാമങ്ങളും അതിന് നമ്മൾ എൻവയറമെന്റ് പറയുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇത് തമ്മിലുള്ള കണക്ഷൻ, ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ, ചർച്ചകൾ നടക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്? കാരണം നമ്മൾ ഇപ്പോൾ ഇവിടെ രാജ്യങ്ങളിൽ ഉള്ള പലവിധ കോൾ മൈൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ മൈൻസ് ആയിക്കോട്ടെ, നമ്മൾ ഭൂമിയിൽ നിന്ന് എടുക്കുകയാണ്. ഭൂമിയിൽ നിന്ന് അതിൽ എത്രയോ യുഗങ്ങളായിട്ടാണ് ഈ കാര്യങ്ങൾ ഭൂമിയിൽ ഉറച്ചു വന്ന് കിടക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ചൂഷണം ചെയ്ത് എടുക്കുന്നു. എന്തിനു വേണ്ടി എടുക്കുന്നു? നമ്മളുടെ ഇൻഡസ്ട്രികൾക്ക് വേണ്ടി, നമ്മളുടെ ഫാക്ടറികൾക്ക് വേണ്ടി, നമ്മളുടെ എൻജിൻസിന് വേണ്ടി ഈ കൽക്കരി എടുക്കുക, മൈനിങ് നടത്തി ഭൂമിശാസ്ത്രപരമായി നമ്മൾ ജോഗ്രഫിയിൽ നോക്കുന്നു, അതിനെ പൊട്ടിച്ചെടുക്കുക. പാറക്കല്ലിലെ അടിയിൽ കിടക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഉറച്ചുപോയ സാധനങ്ങൾ മാന്തി എടുക്കുമ്പോഴാണ് മൈനിങ് എന്ന് പറയുക. ആ മൈനിങ് ചെന്ന് എടുക്കുന്ന സാധനങ്ങൾ നമ്മളുടെ പുരോഗതിയിൽ വരുന്ന സയൻസിനോ അല്ലെങ്കിൽ അതിന് സംബന്ധപ്പെട്ട ഫാക്ടറികൾക്കോ അല്ലെങ്കിൽ മെഷീനറീസിനോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുത്തു വരുമ്പോൾ ഓരോന്ന് എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ ചില ബ്ലോക്കുകൾ ഉണ്ടാവും, അതിൻ്റെതായ പരിണാമങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഇപ്പൊ മരങ്ങൾ താഴെ വീണ്, മരങ്ങൾ വെട്ടി വീണ് വർഷങ്ങളോളം യുഗങ്ങളോളം അടിയിൽ കടന്ന് കാർബൺ ആയി കഴിഞ്ഞാൽ മാത്രമാണ് അത് ഡയമണ്ട് ആയിട്ട് വരുന്നത്. അതേമാതിരി ഓരോ രാജ്യത്തിലും എത്രയോ യുഗങ്ങളായിട്ട് കിടക്കുന്ന സാധനങ്ങളാണ് ഈ മിനറൽസ് ആയിട്ടും മാറി വരുന്നത്, രൂപാന്തരപ്പെട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ രാജ്യങ്ങളിൽ ഏത് രാജ്യത്താണോ നമ്മൾ ഇതിനൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അവിടെയുള്ള ആ രാജ്യത്തിലുള്ള മണ്ണ്, ഫ്ലവേഴ്സ്, ചെടികള്, കൊടികള് എല്ലാത്തിനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. മരം വെട്ടി വീഴ്ത്തി കഴിഞ്ഞാൽ ആ മരത്തിൽ ഇരുന്നിരുന്ന ചെടികളും കൊടികളും വൃക്ഷങ്ങളും ലലാതകളും എല്ലാം ഉണ്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഫോറസ്റ്റിനെ അല്ലെങ്കിൽ കാടിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആൾക്കാര് അതുകൊണ്ട് വരുമാനം കൊണ്ടാക്കുകയും അതുവഴി ജീവിതമാർഗം കണ്ടിരുന്നവര് അവർക്കും അത് എഫക്റ്റ് ആവും. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് മനസ്സിലാക്കണം, ആ കാടുകളിൽ ജീവിച്ചിരുന്നവര്
അവരുടെ എങ്ങനെയാണോ അവർ ജീവിച്ചു വന്നിരുന്നത്, അവരുടെ ദിനചര്യകൾ, അവരുടെ എങ്ങനെ അവർ ആഹാരം കണ്ടുപിടിച്ചു, അവരെങ്ങനെ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ ഉണ്ടാക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടേതായ ഒരു ചിട്ടയുണ്ട്. ആ ചിട്ട ഡിസ്റ്റർബ് ആവും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു പുതിയതായിട്ടൊന്ന് ഉണ്ടാക്കുമ്പോൾ അതിലെ പഴയ ഇതിൽ ഒരു ഡിസ്റ്റർബൻസ് വരും. ആ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിത മാർഗമാണ് മുട്ടിപ്പോകുന്നത്. ഇതിനെപ്പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരാമർശിച്ചു പോകുന്നതും ഡിസ്കഷൻ ചെയ്തു പോകുന്നതും ഈ ചാപ്റ്ററിനെ പറ്റിയാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, ഓരോ പുതിയ കൺട്രിയും അല്ലെങ്കിൽ പുതിയ നേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കിയ സമയത്ത് 1940 ഒരുപാട് നേഷൻസ്, കാരണം ഈ വെസ്റ്റേൺ കൺട്രികൾ അവരുടെ കൺട്രോളിൽ വെച്ചിരുന്ന കോളനികൾ അല്ലെങ്കിൽ അവരുടെ ആധിപത്യം ബ്രേക്ക് ചെയ്ത് എല്ലാ രാജ്യങ്ങളും അവർക്ക് തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ആ ഒരു ചിന്ത വന്ന്, ആ ചിന്തയിൽ കൂടെ അവരെ ആരാണോ അവരെ അടിമകളെ മാതിരി വെച്ചുകൊണ്ടിരുന്നത് അവരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം പിടിച്ചു വയ്ക്കുകയാണ്. അങ്ങനെ പിടിച്ചെടുത്ത സമയങ്ങളിൽ പുതിയ പുതിയ കൺട്രികൾ വരുമ്പോൾ, അല്ലെങ്കിൽ കൊളോണിയൽ ആയിട്ടുള്ളവര്, കോളനി ആയിട്ടുള്ള മദർ കൺട്രിയിൽ നിന്ന് സ്വാതന്ത്ര്യം കെട്ടിപ്പടുത്തുണ്ടാക്കുമ്പോൾ അത് പല വിധത്തിലുള്ള ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മൾ ഒരു ഇത് കൊടുക്കാണ്, പ്രോമിസ് കൊടുക്കാണ്, നമ്മൾക്ക് ഇങ്ങനെ ചെയ്തോളാം. അപ്പോ ഈ കോളനിയിൽ വീട്ടിലുള്ള എന്തൊക്കെയാണോ നമ്മൾ പ്രോമിസ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടണം, ഇത് വേണം, ഞങ്ങൾക്ക് ഇക്വാളിറ്റി വേണം, ഞങ്ങൾക്ക് മുന്നിലേക്ക് പോകാനുള്ള ഞങ്ങളുടെ ഉയർച്ചയെ നിങ്ങൾ തടുക്കരുത്. അപ്പൊ ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ എക്സ്പെക്ടേഷൻസോടുകൂടിയാണ് ഓരോ രാജ്യങ്ങളും 1940 ഫ്രീ ആകുമ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം തന്നെ എത്രത്തോളം പോസിറ്റീവായിട്ട് കൊണ്ടുവന്നു, എത്രത്തോളം കൺട്രികളിൽ, എത്രത്തോളം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡെമോക്രസി, രാജവാഴ്ചയും മിലിറ്ററി വാഴ്ചയും കഴിഞ്ഞ ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ചാണ് ആ സമയത്ത് പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രാബല്യത്തിൽ വരുന്ന ഡെമോക്രാറ്റിക് വ്യൂസ്, അല്ലെങ്കിൽ മതേതര രാഷ്ട്രം, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ജനാധിപത്യ രാഷ്ട്രം, ഈ ജനാധിപത്യത്തിൽ കൂടെ എത്രത്തോളം നമുക്ക് വിചാരിക്കുന്നിടത്തോളം അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്രത്തോളം കിട്ടുന്നു എന്നുള്ളത് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചർച്ചകളൊക്കെ, പല വിധത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കി എത്ര വിധത്തിലാണ് പുതിയതായിട്ട് ഇൻഡിപെൻഡൻസ് കിട്ടിയ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യം ഏത് വിധത്തിൽ കൂടെ അവർക്ക് സോഷ്യലി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു, എത്രത്തോളം അവര് ജനാധിപത്യം പ്രാബല്യമാക്കി, ഇതൊക്കെ ഡെവലപ്മെന്റ് നേഷൻസ് വളരെ കാര്യമായിട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ അവർക്ക് ആ കിട്ടിയ സ്വാതന്ത്ര്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉദ്ദേശം പരിപാലിച്ചു പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയുള്ള പരാമർശങ്ങളും അതിനെ പറ്റിയുള്ള ഡിസ്കഷൻസും അതിനെ പറ്റിയുള്ള ചർച്ചകളും റൈറ്റപ്സും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ 1940 നടന്നുകൊണ്ടിരുന്നു. പേപ്പർ വർക്കിൽ കൂടെ ആയാലും ശരി, മീഡിയയിൽ കൂടെ ആയാലും ശരി. വലിയതായിട്ടുള്ള മീഡിയ ഇല്ല ആ സമയത്ത്. മാസ് മീഡിയ എന്ന് പറയാനായിട്ട് നമുക്ക് പേപ്പറാണ് തുടക്കം കരുന്നത്. പ്രിന്റിംഗ് ടെക്നോളജി ഡെവലപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രിന്റിംഗ് പേപ്പറാണ് വരുന്നത്. പിന്നെ റേഡിയോ വേവ്സ് വന്നതിന് ശേഷം കൊളോണിയൽ എല്ലാം റേഡിയോ വഴി. അപ്പൊ റേഡിയോ വഴിയും ഈ ഇംപ്രൂവ്മെന്റിനെ പറ്റിയിട്ട് ചർച്ചകൾ നടക്കുകയും അതിനെ പറ്റിയുള്ള സോളിഡ് ആയിട്ടുള്ള റെഫറൻസസ് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ അത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതില് അടുത്തതായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏത് വിധത്തിൽ ഒരു രാജ്യത്തിന്റെ എക്കോണമി, ധനവിഷയം, ഒരു രാജ്യത്തിന്റെ ധന വിഷയം അല്ലെങ്കിൽ ധനമന്ത്രി അല്ലെങ്കിൽ ധനകാര്യം എത്രത്തോളം ഡെവലപ്പായി, എത്രത്തോളം അത് പറഞ്ഞ എത്രത്തോളം എത്തിയോ ഇല്ലയോ, ഇതിനെ പല വിധത്തിലുള്ള സ്റ്റേജസ് ഉണ്ട്. നമ്മളിപ്പോ 5 സ്റ്റേജസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയാനായിട്ട് ട്രഡീഷണൽ ആയിട്ട് എന്തൊക്കെ സൊസൈറ്റിയിൽ ചെയ്തുകൊണ്ടിരുന്നു. ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ധനസംബന്ധമായിട്ടുള്ള ഗ്രോത്ത്. ഒരു രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ധനപരമായി എത്ര ലെവലിൽ അവരെത്തി,
അത് ആദ്യത്തേത് ട്രഡീഷണൽ സൊസൈറ്റിയിൽ എത്രത്തോളം അതിന് പ്രാബല്യത്തിൽ വന്നു. പിന്നെ പ്രീ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു ടേക്ക് ഓഫ്, ഒരു പുതു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ തേർഡ് സ്റ്റേജിലേക്ക് പോവാൻ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. ആ ടേക്ക് ഓഫ് എന്ന് വെച്ചാൽ ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ തുടക്കം. ആ തുടക്കം എങ്ങനെ വന്നു, അല്ലെങ്കിൽ എത്രത്തോളം ആ തുടക്കം നാന്ദി കുറിച്ചു, എത്രത്തോളം അത് മാച്യൂരിറ്റി കിട്ടി, അല്ലെങ്കിൽ എത്ര അളവിൽ അവർ ഉദ്ദേശിച്ചത്ര നമ്മൾ ഇത്രയും ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ അത്രയും കിട്ടിയോ, മെച്യൂരിറ്റി വേണം. ആ ഡ്രൈവിൽ കൂടെ മെച്യൂരിറ്റി, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയോ ഇല്ലയോ. അപ്പൊ ഇതിനെ കൂടി വരുമ്പോഴത്തേക്കും എത്ര സമയം മാസായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കൺസെപ്ഷന് എത്ര സമയം നമ്മൾ ആ ലെവലിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ നമ്മൾ എത്ര സമയം എടുത്തു, ഇതുകൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതിലാണ് ഈ നമ്മൾ ഇക്കണോമിക് ഗ്രോത്തിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ. ഇനി ഇവിടെ പറഞ്ഞ പ്രോമിസും നേഷൻസും ഓരോ കൺട്രികളും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും അവരുടേതായ അടിമത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടേതായ മദർ കൺട്രികളിൽ നിന്ന് പുതിയ നേഷനായിട്ട് ഉണ്ടായി വരികയാണ്. ഇപ്പൊ നമ്മൾ 1940 കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. 1947 2 nations നമ്മൾ കണ്ടു, 2 nations ഡെവലപ്മെന്റ്. അതേസമയം ഇന്ത്യ എപ്പോഴാണോ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഫ്രീഡം കിട്ടിയത് ആ സമയത്ത് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും 2 പുതിയതായിട്ടുള്ള നേഷൻസ് ആണ് ഉണ്ടായത്. ബൈ നേഷൻസ് എന്ന് പറയും. അതുവരെ ഭാരത് എന്നായിരുന്നു, പിന്നെയാണ് പാകിസ്ഥാനും ഇന്ത്യ എന്നുള്ളതും വരുന്നത്. അതേമാതിരി ഓരോ കോളനികളും അവർക്ക് അവരുടെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ മാനിച്ചുകൊണ്ട് ആ ലിങ്കിങ്ങിനെ അല്ലെങ്കിൽ ആ ഫ്രീഡത്തിനെ എത്രത്തോളം നമുക്ക് സക്സസ്ഫുൾ ആയി, എത്രത്തോളം നമുക്ക് തുല്യത കിട്ടി, എത്രത്തോളം നമുക്ക് പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ നന്മ കിട്ടി, അതൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന് ഈ എക്സ്പെക്ടേഷൻസിൽ അല്ലെങ്കിൽ നമ്മൾ പ്രത്യാശയിൽ കൂടെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, സൊസൈറ്റിയിൽ വരുന്ന ചേഞ്ചസ് എന്താണ്, ആ സൊസൈറ്റിയിൽ വരുന്ന ചേഞ്ചസ് എത്രത്തോളം ജനാധിപത്യത്തിലെ അടിത്തറ വെച്ചുകൊണ്ടുള്ള ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ മാത്രമേ ആ ഡെവലപ്മെന്റിന് ഉദ്ദേശശുദ്ധി വരുന്നുള്ളൂ. അപ്പൊ ഇതേമാതിരി നാച്ചുറലായിട്ട് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഭൂസ്വത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്, ചൂഷണം ചെയ്തിട്ടുണ്ട്. ആ കൊളോണിയൽ ടൈമിൽ അവർ എത്രത്തോളം നമ്മളുടെ രാജ്യത്തിലുള്ള ഭൂസമ്പത്തിനെ ചൂഷണം ചെയ്ത് കൊണ്ടുപോയി, എത്രത്തോളം നമ്മൾ അതിനെ പരാമർശിച്ചു, എത്രത്തോളം അതിനെ ചൂഷണം ചെയ്താൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, അതിനെ താരതമ്യപ്പെടുത്ത എന്തെങ്കിലും കൊടുത്തുവോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ടുള്ള ഒരു വലിയൊരു ചാലഞ്ചായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അതായത് കൊളോണിയൽ ടൈമിലും കൊളോണിയൽ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നേഷൻ സ്റ്റേറ്റ്സിലെ ഇത് അവരുടെ മുമ്പിൽ ഒരു വലിയൊരു ചാലഞ്ചായിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണിത്. എത്രത്തോളം നമ്മുടെ നാടിനെ നശിപ്പിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് നമ്മൾക്ക് വേണ്ടി നല്ലത് ചെയ്തു. അപ്പൊ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ മാത്രം ഒരു തിയറി അല്ല. ഏത് വിധത്തിൽ നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, അല്ലെങ്കിൽ നിങ്ങൾ പഴയ ആൾക്കാരായിരുന്നവരെ എത്രത്തോളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതുക്കെ കൊണ്ടുവന്ന് ഈ പ്രസന്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ മോഡേണൈസേഷൻ ഇന്ത്യയിൽ വരുന്ന സമയത്തും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അവരെ ഇംപ്രൂവ്മെന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നതെന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ഞങ്ങളെ മോഡേൺ ആക്കി അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിനെ മോഡേണൈസേഷൻ ചെയ്തു എന്നുള്ളത് ഈ ഡെവലപ്മെന്റ് തിയറിയിൽ വലിയ ഒരു ആധിപത്യം കുറിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മോഡേണൈസേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് മോഡേണൈസേഷൻ? എന്താണോ ഒരു രാജ്യത്തിന്റെ മോഡലായിട്ട് കാണുന്നത്, ആ കോളനിയിൽ നിന്ന് നമ്മൾ പറയുന്നു അണ്ടർ ഡെവലപ്ഡ്, അല്ലെങ്കിൽ നമ്മൾ തീരെ വളർന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളെ മാതിരി അത്രത്തോളം വലുതായിട്ടില്ല, അല്ലെങ്കിൽ നമ്മളുടെ വർക്കുകളോ നമ്മളുടെ തോട്ട്സോ നമ്മളുടെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഇവിടെ മോഡേണൈസേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അണ്ടർ ഡെവലപ്ഡ് ആണ് നമ്മൾ. ആ വെസ്റ്റേൺ കൺട്രിയിൽ പാശ്ചാത്യ രാജ്യങ്ങളെ മാതിരി എത്തിയിട്ടില്ല. പക്ഷെ ഈ അവിടം വരെ എത്തിപ്പെടാൻ
നമ്മൾ എത്തിപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മൾ ഡെവലപ്പിംഗ് സൊസൈറ്റിയാണ്, ഡെവലപ്ഡ് സൊസൈറ്റി അല്ല. അണ്ടർ ഡെവലപ്ഡ് സൊസൈറ്റിയിൽ നിന്ന് ഗ്രാജുവലായിട്ട് മൂവിങ് ഫോർവേഡ് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ ഡെവലപ്പിംഗ് സൊസൈറ്റി വന്ന് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് നമ്മൾക്ക് നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഡെവലപ്ഡ് ആയി. ഓക്കെ, ഈ ഡെവലപ്മെന്റിൽ എന്തൊക്കെ പോളിസീസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോജക്ട്സ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എവിടെ നമുക്ക് എങ്ങനെ നന്നാവാം, അല്ലെങ്കിൽ എത്ര മോഡേണൈസ് ആവാം, നമ്മൾ എവിടെ നിന്ന് മനസ്സിലാക്കും. അപ്പോൾ നമ്മളുടെ മദർ കൺട്രികളിൽ നിന്നുള്ള അല്ലെങ്കിൽ ആദ്യമേ ഡെവലപ്പ് ആയിട്ടുള്ള രാജ്യത്തിലുള്ള പോളിസികൾ, അവരുടെ പ്രോജക്ട്സ് അത് അങ്ങനെ തന്നെ ഇവിടെ ശ്രമിക്കാൻ, അല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ ഇവിടെ നടത്തിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കാം. അങ്ങനെ വരുമ്പോഴാണ് ആ റൂട്ട് അല്ലെങ്കിൽ മോഡേണൈസേഷനിലേക്ക് പോകുന്ന പാത അല്ലെങ്കിൽ റൂട്ട് ക്ലിയർ ആവും. എന്തെങ്കിലും ഒരു എയിം ഉണ്ടാവണം, ആ എയിമിന് പോകുന്ന വഴി ഉണ്ടാവണം. ആ വഴിയിൽ കൂടെ നടന്നാൽ ഇത്ര കാറ്റഗറിയിൽ നടന്നാൽ നമുക്ക് ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടാക്കാന്നുള്ള ഒരു അസംഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യാശയുണ്ട്. അപ്പൊ അങ്ങനെ വലിയ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പോളിസികളും പ്രോജക്ട്സും അതങ്ങനെ തന്നെ എടുത്തിട്ട് ഇവിടെ നമ്മളുടെ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ അത് ഇംപ്ലാന്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ അതിനാണ് നമ്മൾ ആ മോഡേണൈസേഷനിലേക്ക് പോകുന്ന പാതയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റുകയുള്ളൂ. ഇനി GDP ആൻഡ് GNP. ഈ GDP എന്താണ്, GNP എന്താണ്? ഈ പുരോഗതിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിൽ എക്കണോമിക്കലി ധനവിഷയമായി എത്രത്തോളം ഗ്രോത്ത് ഉണ്ട്, അതിനെ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യും? മെഷർ ചെയ്യുന്നത് ആ രാജ്യത്തിലെ ഗ്രോസ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ആ രാജ്യത്തിൽ ആകെ മൊത്തം ഉണ്ടാവുന്ന പ്രോഡക്റ്റ്, അതിനെ മെഷർ ചെയ്യുന്നത് മാർക്കറ്റ് വാല്യൂവിൽ വരുന്ന ഗുഡ്സും അതുവഴി ഉള്ള സർവീസും എത്രത്തോളം കിട്ടുന്നു. ഈ സർവീസ് കാരണം എന്തൊക്കെയാണോ ഈ രാജ്യത്ത്, നമ്മളുടെ രാജ്യത്തിൽ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മളുടെ രാജ്യത്തിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ്, അപ്പൊ നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നു, നമ്മളുടെ ഗ്രോസ് ആയിട്ടുള്ള ടോട്ടൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇവിടുത്തെ രാജ്യങ്ങളിൽ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം ഉണ്ടാക്കുന്നു, അതിന് എത്രത്തോളം സർവീസ് കിട്ടുന്നു. ഇനി GNP എന്ന് വെച്ചാൽ എന്താ? അത് നാഷണൽ പ്രോഡക്റ്റ് ആണ്, ഗ്രോസ് ആയിട്ടുള്ള ആകെ മൊത്തമുള്ള നാഷണൽ പ്രോഡക്റ്റ്. അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ മെഷർ ചെയ്യുന്നു? എത്ര വാല്യൂ, മാർക്കറ്റ് വാല്യൂയിലുള്ള സാധനങ്ങളോ സർവീസുകളോ നമ്മളുടെ ആൾക്കാർക്ക് അതിൽ എത്തിച്ചേരുന്നുണ്ടോ, അവർക്ക് കിട്ടുന്നുണ്ടോ, അവരുടെ എല്ലാ സിറ്റിസൺസിനും, ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏത് രാജ്യത്തുമായാലും അവിടെയുള്ള എല്ലാവർക്കും ഇതിന്റെ പ്രോഡക്റ്റിന്റെ സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നേഷൻ സ്റ്റേറ്റില് ഒരു ഏജന്റ് ഓഫ് ഡെവലപ്മെന്റ്, ഗ്രോത്തിന്റെ, പുരോഗതിന്റെ ഒരു മെഷറിംഗ് റോഡായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവിടെ നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നുണ്ടോ? വേണ്ട വിധത്തിൽ നമ്മൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ടോ? വേണ്ട വിധത്തിൽ നമ്മൾ ഗവൺമെന്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വേണ്ട വിധത്തിൽ ആ രാജ്യത്തിലെ ആൾക്കാരെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരെ പുരോഗതിയുടെ റോട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? ഇത് നമ്മൾ പരാമർശിച്ച അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ രാജ്യവും അവരുടെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക്, അവിടെ ജീവിക്കുന്ന സിറ്റിസൺസിന് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ അവർ ഞങ്ങൾ അങ്ങനെ അത് ചെയ്യും ഇത് ചെയ്യുന്ന ഇലക്ഷൻ ടൈമില് പറയുന്ന മാതിരി പറഞ്ഞ കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ്, എത്ര ശതമാനം ആൾക്കാർക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടി, എത്ര ശതമാനത്തിനും ഓരോ ശതമാനത്തിനും ഓരോ ലെവലിലുള്ള ശതമാനം കിട്ടിയിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞ അത്രയും ശതമാനത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു
എന്നാൽ മാത്രമേ നമുക്ക് മോഡേണൈസേഷൻ പ്രോപ്പറായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അടുത്തതായിട്ട് ഈ ഡെവലപ്മെന്റിൽ തന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്? നമ്മൾ ഒരു കൊളോണിയൽ ആയിട്ടിരുന്നതിൽ നിന്ന് നമ്മളുടെ കൊളോണിയൽ അല്ലെങ്കിൽ ഒരു കോളനി ആയിട്ട് ജീവിച്ചിരുന്നതും നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു കൾച്ചറും കൂടെ ഒരു മെർജിങ് വരുന്നുണ്ട്. അപ്പൊ ആ ഗ്രോത്തിൽ നമ്മളുടേതായ ഒരു ആധിപത്യം, അത് കൂടാണ്ട് വന്ന് നമ്മളെ പഠിപ്പിച്ചവരുടെ ആധിപത്യങ്ങളും കൂടെ കലർന്നിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ ചണ്ഡീഗറിലും ബ്രസീലിലെ ഓരോ കാലങ്ങളിലും ഒരു സൊസൈറ്റിയിൽ എത്രത്തോളം ഇവരുടെ ഇൻഫ്ലുവൻസും നമ്മുടെ ഇൻഫ്ലുവൻസും, അതായത് നമ്മളെ പാരമ്പര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കൊണ്ടുവന്ന കൾച്ചർ മെർജ് ആവുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വരുന്ന ടെക്നോളജികൾ, അവരുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് സൊസൈറ്റിയുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സയന്റിഫിക്കലി ടെക്നോളജിയാണ്. ആ ടെക്നോളജീനെ ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരുത്താൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ വിധത്തിൽ, എന്തൊക്കെ പ്രാബല്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും? ഇവിടത്തെ അർബൻ സൊല്യൂഷൻ, അർബൻ സൊസൈറ്റിക്ക് വേണ്ടത്ര വരുന്നുണ്ടോ? ആ സിംബോളിക് ആയിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ അതുകൊണ്ട് അങ്ങനെ അത് നടത്തിയത് കൊണ്ട്, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നു, വലിയ വലിയ ഡാംസ് ഉണ്ടാക്കുന്നു. ഡാം ഉണ്ടാക്കിയാൽ എന്താണ് അതുകൊണ്ട് ബെനിഫിറ്റ്? ആ ഡാമിൻ വഴി നമ്മൾക്ക് പല കാര്യങ്ങളും, നല്ല കാര്യവുമുണ്ട്. ഓരോ ഡെവലപ്മെന്റ് അതിൻ്റെതായ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ഡാം ഉണ്ടാക്കിയാൽ വെള്ളം കെട്ടി നിർത്താം, അല്ലെങ്കിൽ എവിടെയാണോ വെള്ളത്തിന് ആവശ്യമുള്ളത് അങ്ങോട്ട് തിരിച്ചുവിടാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഡാം കെട്ടാൻ വരുമ്പോൾ എത്രയോ സ്ഥലങ്ങൾ എടുത്തു പോകുന്നു, എത്രയോ എൻവയറമെന്റിന് അത് ബ്ലോക്ക് ആവുന്നു. അങ്ങനത്തെ അവരുടെ അപ്പൊ എല്ലാ കാര്യത്തിലും നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഏതിനാണോ കൂടുതൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, എക്കണോമിക് കോൺട്രിബ്യൂഷൻ, ധനപരമായി ആ രാജ്യത്തിന് എത്രത്തോളം മുന്നേറാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇവിടെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 1927 ഒരു ആക്ട് വന്നു, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പറഞ്ഞു. ഈ ആക്ട് വഴി എന്താ നമ്മൾ ഉദ്ദേശിക്കുക വെച്ചാൽ ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവരാണ്. ഫോറസ്റ്റിൽ, കാട്ടിൽ ഒരു കാട്ടിന്റെ ആവശ്യത്തിന്, കാടിനെ സുരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവരാണ്. അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റിജക്ഷൻ, എന്തെങ്കിലും വിധത്തിൽ പാശ്ചാത്യ രാജ്യത്തിന്റെ അവരുടെ അത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ വെക്കണമോ, അതോ നമ്മളുടെ ഹാബിറ്റാറ്റിലും നമ്മളുടെ രാജ്യത്തിന്റെ പ്രൗഢിയും അതേമാതിരി തന്നെ അതിൻ്റെതായ നമ്മളുടെ രാജ്യത്തിൽ ഉള്ളതായ ഒരു സിസ്റ്റമാറ്റിക്, നമ്മളിവിടെ ജീവിച്ചു വന്നവരാണ്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോപ്പി ചെയ്ത് ഇവിടെ ചെയ്യാണ്ട് രണ്ടും കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അതേസമയം ഇതൊക്കെ നടത്തിച്ചെടുക്കുകയും വേണം. അപ്പൊ ഇവിടെയുള്ള ഈ മനുഷ്യർ താമസിക്കുന്ന ഹാബിറ്റാറ്റിലും അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യരുടെയും അതേമാതിരി മൃഗങ്ങളുടെയും അതേമാതിരി ബാക്കി എല്ലാത്തിൻ്റെയും പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഈ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു. ഞാൻ ഇന്നലെയും പരാമർശിച്ചു, നാഷണൽ പാർക്സ് എങ്ങനെ കൊണ്ടുവന്നു. ഒരു ചെടി വെട്ടിപ്പോയാൽ അതിനെ മരങ്ങൾ വെട്ടി മാറ്റുമ്പോൾ അവിടെ അതിന് പകരം വേറെ ചെടി നടുന്നുണ്ടോ അല്ലെങ്കിൽ മരം നടുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ നാഷണൽ പാർക്കിന്റെ ഉദ്ദേശം വന്നത് പ്രൊട്ടക്ഷനാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ അതിനെ ചൊരുക്കൂട്ടി വെക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ ഈ ആക്ട് കൊണ്ടുള്ള ഉപയോഗം വരുള്ളൂ. അല്ലെങ്കിൽ അത് വെറുതെ പറഞ്ഞു പോകാന്ന് മാത്രമേ വരുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കി ചെയ്യുന്നുണ്ടോ, നാട്ടുകാർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ, ഇതാണ് ഉദ്ദേശിച്ചത്. ഇനി ഈ ആക്ടിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്ത് പ്രൊട്ടക്റ്റഡ് ഏരിയ. ആ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് വെച്ചാൽ അവരെ പ്രത്യേകമായിട്ട് ആ കാടിനെ സൂക്ഷിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കാട്ടിൽ താമസിക്കുന്നവർക്ക് അവർക്ക് എല്ലാവിധമായ ജീവിത സൗകര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ദിനചര്യകൾ അധികം വ്യത്യാസമില്ലാണ്ട് നടന്നു പോകുന്നുണ്ടോ? ആ നാട്ടിൽ അല്ലെങ്കിൽ ആ കാട്ടിൽ ജീവിച്ചിരുന്നവർക്ക് അവരുടെ ജീവിത വൃത്തിയായിട്ട് തന്നെ ജീവിച്ചു പോകാനും ഉള്ള സൗകര്യങ്ങളും അതേമാതിരി ലോക്കലായിട്ടുള്ള അവർ ചെയ്തിരുന്ന പണികൾ
കണ്ടിന്യൂസ് ചെയ്തു പോകണം. അവർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ട്രെയിൻ ഓടിക്കുമെന്ന് പറഞ്ഞാലൊന്നും നടക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അവരുടേതായ ജോലികളുണ്ട്, അവരുടേതായ ഏത് എൻവയറമെന്റിലാണോ നാച്ചുറൽ റിസോഴ്സ് ചെയ്യാൻ ഒരു 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 കാട്ടിൽ വളർന്ന ജീവിച്ചിട്ടുള്ള ആള് ചിലപ്പോ തേൻ തേടി തേൻ ശേഖരിക്കലായിരിക്കും അയാളുടെ പണി. ആ പണി മാറ്റിയിട്ട് നിങ്ങൾ ഇന്നോട്ട് ഈ വേറൊരു പണി ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടത് സാധിക്കില്ല. കാരണം അവർ കണ്ടീഷൻഡ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ വരുന്നുണ്ടോ, അവരുടെ ദിനചര്യ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർ ചെയ്യുന്നതിൽ കൂടെ അവർക്ക് ദിവസമുള്ള ജീവിതങ്ങൾ നടന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് വഴി മാറിപ്പോകുന്നുണ്ടോ. ഇപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. 20 വർഷം അല്ലെങ്കിൽ 2 ഡെക്കേഡ് കൊണ്ടും നമ്മളുടെ ആൾക്കാരുടെ ദിനചര്യകൾ മാറ്റാണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ വരുത്താണ്ട് എത്രത്തോളം പ്രൊട്ടക്ഷൻ നമ്മൾ നാച്ചുറൽ റിസോഴ്സസിന് കൊടുത്തു, അതുവഴി അവരുടെ സോഷ്യൽ മൂവ്മെന്റ്സ്, അവരുടെ സൊസൈറ്റി ലൈഫിനെ പ്രാകൃതമായ ലൈഫിൽ നിന്ന് ഒരു മോഡേൺ ലൈഫിലേക്ക് അല്ലെങ്കിൽ സാമാന്യപ്പെട്ട ലെവലിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഈ ഡെവലപ്മെന്റ് തിയറീസ് എന്താന്ന് പറയാം. ഡെവലപ്മെന്റ് തിയറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു നേഷന് ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്കുള്ളിൽ, ബൗണ്ടറി എന്ന് വെച്ചാൽ നമ്മുടെ അതിർത്തിക്കുള്ളിൽ, നമ്മളുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ എത്രത്തോളം പുരോഗതിക്ക് വേണ്ട പോളിസീസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ എത്രത്തോളം മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. അതിർത്തി കടന്നിട്ട് ചെയ്യല്ല, അതിർത്തിക്കുള്ളിൽ, നമ്മളുടെ അതിർത്തിക്കുള്ളിൽ ഏതൊക്കെ വിധത്തിൽ നമുക്ക് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ ഐഡിയാസിനൊക്കെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിന്റെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരെങ്ങനെ ചെയ്തു, കൊളോണിയൽ ടൈമിൽ അല്ലെങ്കിൽ ആധിപത്യമുള്ള സമയത്ത് അവരെന്തു ചെയ്തിരുന്നു, അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് പരസ്പരം ഇന്റർ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സ്ട്രക്ചറെ ഓരോന്ന് കെട്ടിപ്പടുത്ത് വരുമ്പോൾ അതിൻ്റെതായ ഡിസ്റ്റോർഷൻസ് അല്ലെങ്കിൽ അതിൻ്റെതായ പ്രഭാവങ്ങൾ നമ്മളുടെ ഇക്കോണമിയിൽ, നമ്മളുടെ ധനകാര്യത്തിൽ അനുഭവപ്പെടും. അവരുടേതായ അതേമാതിരി തന്നെ നമ്മൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അവരുടെ എക്കോണമീനെ ഒന്ന് പിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവര് മെയിൻ ആയിട്ട് അവരുടെ ബിസിനസ് ട്രേഡിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വഴിയും അല്ലെങ്കിൽ മിസ്യൂസ് അല്ലെങ്കിൽ ബോയ്കോട്ടിംഗ് ദ ഫോറിൻ ഗുഡ്സ്, നമ്മുടെ നാട്ടുകാർ ഉപദേശിച്ചതൊന്നും ഫോറിൻ സാധനങ്ങൾ ഉപയോഗിക്കരുത്. അപ്പോൾ എന്ത് പറ്റും, അവരുടെ എക്കോണമിനെ എഫക്റ്റ് ആവും. അപ്പൊ അങ്ങനെ എല്ലാ വിധത്തിലും ഇന്റർനാഷണൽ ലെവലില് നമ്മുടെ ലേബർ എന്തായിരുന്നു, അല്ലെങ്കിൽ ലേബറിന് വേണ്ട ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കി വരികയാണ് നമ്മൾ ഈ ഡെവലപ്മെന്റ് തിയറീസ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ തിയറിയിൽ തന്നെ വളരെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൺട്രികൾ, അതായത് ഫോറിൻ കൺട്രികൾ, വെസ്റ്റേൺ കൺട്രികൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അവരുടെ പെരിഫറിയിൽ കൂടെ നിന്നുകൊണ്ട്, അവരുടെ വളർച്ചയിൽ കൂടെ നിന്നുകൊണ്ട് അവർക്കാവശ്യമായ അല്ലെങ്കിൽ ആ വൃത്തത്തിൽ, പെരിഫറി എന്ന് പറഞ്ഞാൽ ആ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവർ എത്രത്തോളം നമ്മളെ ചൂഷണം ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നമ്മളുടെ റിസോഴ്സസ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, എത്രത്തോളം നമ്മളുടെ മാനുവൽ ലേബർ എടുത്തിട്ടുണ്ട്, ഇതൊക്കെ കണക്ക് കൂട്ടണം. കണക്ക് കൂട്ടി അതിൻ്റെതായ ലെവലിൽ വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. എത്ര ചൂഷണം ചെയ്തോ, എത്രത്തോളം നമ്മളെ ഡോമിനേറ്റ് ചെയ്തോ, അടിമത്തത്തിലേക്ക് കൊണ്ടുപോയോ, അതിൽ നിന്ന് മാർക്കറ്റ് റിലേഷൻ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഈ വളരെ ഉന്നതമായ ട്രാൻസാക്ഷണൽ ക്ലാസസ്, അതായത് ക്ലാസ് സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും നമുക്ക് അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, അങ്ങനത്തെ നമ്മൾ എത്രത്തോളം ലെവലിൽ ഗ്ലോബൽ വേൾഡിൽ, ഗ്ലോബൽ എക്കോണമിയിൽ എവിടെ വന്ന് നിൽക്കുന്നു, ഇതൊക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ലോകത്തിലെ വേൾഡ് സിസ്റ്റത്തില് ഒരു തിയറി വരുന്നുണ്ട്, നമുക്ക് ഹോൾ വേൾഡിനെ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി കൊണ്ട് എങ്ങനെയാണ് അവർ പവർഫുൾ രാജ്യങ്ങളായി മാറിയത്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു, അവരുടെ എക്കോണമി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെയാണ് ഞാൻ ഇവിടെയും
ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്, അവർക്ക് ആവശ്യമുണ്ടായിരുന്ന സാധനങ്ങൾ ഇവിടത്തെ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ സോയിലിൽ വളർത്തിയെടുക്കുക. എക്സാമ്പിൾ പവർ, നമ്മുടെ കോട്ടൺ കൾട്ടിവേഷൻ, അവരുടെ കൾട്ടിവേഷൻ, കോട്ടൺ കൾട്ടിവേഷന് വേണ്ടി നമ്മളുടെ പരമ്പരാഗതമായ ഗോതമ്പ്, ബാജറ, അരി, ഇങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെ മാറ്റിയിട്ട് അവര് കോട്ടൺ കൾട്ടിവേഷൻ ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് കൊടുത്തു, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ചു. അതിന്റെ ഒപ്പം തന്നെ ഇൻഡിഗോ റിസർച്ച് അവിടെ വരുമ്പോൾ ഇക്കോണമി, അവർക്ക് ഇത് ഇവിടുന്ന് റോ മെറ്റീരിയൽ കൊണ്ടുപോകണം, അവരുടെ നാട്ടിൽ ഫാക്ടറിയിൽ ഉപയോഗിക്കണം, അതിനുശേഷം അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ക്ലോത്ത് ആക്കി മാറ്റണം, എന്നിട്ട് അത് മാർക്കറ്റിൽ വിൽക്കണം. അപ്പോൾ ആ ഇക്കോണമിന് നമ്മൾ ക്യാപിറ്റലിസ്റ്റിക് വ്യൂസിലാണ് അത് പോകുന്നത്. അങ്ങനെയാണ് ഈ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ഈ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് മാറി മാറി വരുന്നത്. ഇനി ഈ തിയറീസിൽ തന്നെ ഓരോ തിയറിയിലും അതിൻ്റെതായ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ, അതിൻ്റെതായ അർദ്ധവട്ടങ്ങൾക്കുള്ളിൽ, സെമിഫെറി എന്ന് പറഞ്ഞ അർദ്ധവട്ടങ്ങൾക്കുള്ളിൽ ട്രേഡ് റിലേഷൻ എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ചെയ്യിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം കോർ ഡെവലപ്മെന്റ് കൊണ്ടുവച്ചു, അതിന്റെ അണ്ടർ ഡെവലപ്മെന്റിന്റെയും ഫുൾ ഡെവലപ്മെന്റും വ്യത്യാസങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു, ഇതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ മാത്രമേ ആ തിയറിക്കുള്ള ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നുള്ളൂ. അതേമാതിരി തന്നെ എന്തായിരുന്നു ഇതിന്റെ കാരണം, നമ്മളുടെ ഈ അണ്ടർ ഡെവലപ്മെന്റ് കാരണങ്ങൾ എന്താണ്, ആ മെയിൻ കാരണങ്ങൾ കണ്ടുപിടിക്കുക. ആ കാരണങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിനെ എക്കണോമിക് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ അത് മുന്നിൽ പോകും, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് അതിനെ കൂട്ടി കൊണ്ടുവന്ന് അതിനെപ്പറ്റി പരാമർശിച്ച് എക്കണോമിക്കലി അതിനെ നമുക്ക് വയബിൾ ആക്കി എടുക്കണം. നമ്മൾക്ക് സൗകര്യമുള്ള വിധത്തിൽ അതിനെ വയബിൾ ആക്കി എടുക്കണം. ഇനി അമർത്യ സെൻ എന്ന് പറഞ്ഞത് എക്കണോമിസ്റ്റ് ആണ്, വളരെ ഫേമസ് ആയ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആണ്. അപ്പോ അമർത്യ സെന്നിന്റെ കേപ്പബിലിറ്റി അപ്രോച്ച് എന്നൊരു ഇതുണ്ട്, എക്കണോമിക്സ് തിയറി ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് ഫ്രീഡം ഉണ്ട്. എന്ത് ഫ്രീഡത്തില്? പ്രൈമറിയിലും പ്രിൻസിപ്പൽ ഡെവലപ്മെന്റ് നമുക്ക് പുരോഗതിക്കുള്ള ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡത്തിനെ നമ്മൾ ഏത് വിധത്തിൽ എൻഹാൻസ് ചെയ്യും, എത്രത്തോളം നമ്മൾ എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും, എത്ര ആൾക്കാർക്ക് അവരുടേതായ ഇഷ്ടത്തോടെ അവരുടെ താല്പര്യമുള്ള ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ പറ്റും, ഇതാണ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കേപ്പബിലിറ്റി ടു അപ്രോച്ച്, എത്രത്തോളം നമുക്ക് അവിടെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അവിടെ നമ്മളുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് മുന്നിലേക്ക് വരാൻ പറ്റുന്നു. അങ്ങനെ വരുമ്പോൾ മാത്രമല്ലേ അവിടെ ഡെവലപ്മെന്റിന്റെ മീനിങ് വരുന്നുള്ളൂ. ഈ ഡെവലപ്മെന്റിൽ നമ്മൾ ഫ്രീഡം മിസ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഈ ഫ്രീഡത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിൽ കൂടെ നമുക്ക് പൊളിറ്റിക്കലായിട്ട് സ്വാതന്ത്ര്യമുണ്ടോ, നമുക്ക് എക്കണോമിക്കലായിട്ടുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും കിട്ടുന്നുണ്ടോ, സോഷ്യലായിട്ട് നമുക്ക് എല്ലാവിധ അപ്രോച്ചുകളും ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യുമ്പോൾ ട്രാൻസ്പാരൻസി, ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ അതിൻ്റെതായ ഗ്യാരണ്ടി ഉണ്ടോ? ഈ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ തന്നെ അത് പ്രൊട്ടക്ട് ചെയ്യുന്ന, നമ്മളുടെ സെക്യൂരിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഗ്യാരണ്ടി ആണോ? ഇതൊക്കെയാണ് അമർത്യ സെൻ അങ്ങേരുടെ വളരെ ഇക്കണോമിക് വ്യൂവിൽ കൂടെ ഓരോ പരാമർശിച്ചിട്ട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. നോബൽ വിന്നറാണ് അങ്ങേര് പറഞ്ഞു, ഇതുകൊണ്ട് ഇങ്ങനെ വന്നാൽ മാത്രമേ ആൾക്കാർക്ക് ജീവിത സൗകര്യങ്ങളിൽ പരിപാലിച്ചു പോകാൻ പറ്റുകയുള്ളൂ. ഇനി സോഷ്യൽ മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് വന്നത്? ആ സോഷ്യൽ മൂവ്മെന്റ്സും അതിൽ കൂടെ അതിൻ്റെതായ പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റ്. എന്താണ് ഈ സോഷ്യൽ മൂവ്മെന്റ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ സബ്ജക്റ്റിൽ പറയുന്നത് എൻവയറമെന്റൽ ഹിസ്റ്ററി എന്നാണ്. എൻവയറമെന്റും ഹിസ്റ്ററിയും കണക്റ്റഡ് ആണ്. അപ്പൊ സോഷ്യലി ഇക്കോളജിക്കലി നമുക്ക് പരസ്പരം ഒരു ധാരണയുണ്ട്. ആ ധാരണയിൽ കൂടി നമ്മൾ വളരെ ക്ലിയർ ആയിട്ട്, നമ്മൾ ഇന്നലെയും പരാമർശിച്ചു ഞാൻ, ഇത് തന്നെയാണ് ഏത് വിധത്തിലാണ് ഈ പ്രോഗ്രസ് അല്ലെങ്കിൽ ഏത് വിധത്തിലാണോ ഈ മുന്നേറ്റം, ജീവിത മുന്നേറ്റം
നമ്മളുടെ എൻവയറമെന്റിനെ, നമ്മളുടെ ചുറ്റുപാടുകളിൽ അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, ഏതൊക്കെ വിധത്തിലാണ് ഇതുകൊണ്ട് ഉപകാരം എന്താണ് അല്ലെങ്കിൽ ഉപദ്രവം എന്താണ്. ഇത് രണ്ടും കമ്പാരിസൺ ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഈ ആൾക്കാരുടെ അല്ലെങ്കിൽ ആ ജനതയുടെ പാർട്ടിസിപ്പേഷനെയാണ് ഇവിടെ ഞാൻ പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ജനത, ആ നാട്ടിൽ ജീവിക്കുന്നവർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത് വിധത്തിൽ, എന്തുകൊണ്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, എന്തിനു വേണ്ടി അവർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനെ അവർ എതിർക്കുന്നു. കമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, ഈ ചിപ്കോ മൂവ്മെന്റ് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്, ഉത്തരാഖണ്ഡിൽ നടന്ന സംഭവമാണ്. ഇതിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഹിമാലയൻ മലനിരകളിലെ മരങ്ങൾ വെട്ടി മാറ്റണം. അവർക്ക് ആവശ്യം, ആ ബ്രിട്ടീഷ് ടൈമിൽ അവർക്ക് ആവശ്യം ഈ മരങ്ങളൊക്കെ, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഈ മരങ്ങളൊക്കെ ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും അതേമാതിരി റെയിൽവേ ലൈൻസിന് വേണ്ടിയിട്ടും അവർക്കത് കമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഏതിനെയാ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നത്? രാജ്യത്തിലുള്ള മരങ്ങളെ, വലുതായിട്ടുള്ള മരങ്ങളെ. വർഷങ്ങളും യുഗങ്ങളും എടുത്താലേ അത്രയും വലിയ മരങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ വെട്ടിമാറ്റാൻ, കമേഴ്സ്യലായിട്ട് അതിനെ ചൂഷണം ചെയ്യാൻ, വ്യവസായ ചൂഷണത്തിന് വേണ്ടി മരങ്ങൾ വെട്ടാൻ തുടങ്ങിയപ്പോൾ, ചിപ്കോ മൂവ്മെന്റിൽ തുടങ്ങിയപ്പോൾ, ഉത്തരാഖണ്ഡിൽ തുടങ്ങിയപ്പോൾ, ആ ചുറ്റുവട്ടത്തിലുള്ളവരും, കാരണം ആ ആൾക്കാരെന്ന് പറയുന്നത് അവർ അവിടെ ജീവിക്കുന്നവരാണ്, അവർ മരത്തിനെ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിനെ അത്രത്തോളം സ്നേഹിക്കുന്നവരാണ്. അവർക്ക് അതിനെ എതിർത്തു. അത് ആ കാലഘട്ടത്തിൽ ഇത് വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ചിപ്കോ മൂവ്മെന്റ് ആയിട്ട് പരിണാമമായി. കാരണം ഇത്രത്തോളം ആൾക്കാരുടെ, സ്ത്രീകളാണ് അത് കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ഈ മൂവ്മെന്റിൽ. അവർ വന്ന് ചെടികളെ അല്ലെങ്കിൽ മരങ്ങളെ എതിർത്ത്, നിങ്ങൾക്ക് മരം മുറിക്കണമെങ്കിൽ ഞങ്ങളെ മുറിച്ചിട്ട് ഞങ്ങളെ കൊന്നതിന് ശേഷമേ മരം മുറിക്കാൻ പറ്റുള്ളൂ എന്നുള്ള, അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ആ കാലഘട്ടത്തിൽ അവർക്ക് വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിൽ കൂടെയും അവരുടെ ജീവൻ ഒരു മരത്തിന് വേണ്ടി കളയാൻ തയ്യാറാകുന്നു. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ആ ഇൻവോൾവ്മെന്റ് വന്നപ്പോൾ ആ മൂവ്മെന്റ്, ചിപ്കോ മൂവ്മെന്റ് വേൾഡ് ഫേമസ് ആയി. അതിനുശേഷം അതിനെപ്പറ്റി ഡിസ്കഷൻസ് നടന്നു. ഇത്രത്തോളം ആൾക്കാർക്ക് ഇൻവോൾവ്മെന്റ് വരുമ്പോൾ അവിടെ ഇക്കോളജിക്കലി ഇമ്പാക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ മനുഷ്യരാശിയുടെ ഗ്രോത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഇംപ്രൂവ്മെന്റിനു വേണ്ടിയോ അവരുടെ പുരോഗതിക്ക് വേണ്ടിയോ നമ്മൾ സയൻസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, നയപരമായോ തന്ത്രപരമായോ നമ്മൾ രാജ്യത്തിലുള്ള സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നു. ഓക്കെ, ഇവിടെ ചിപ്കോ മൊമെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവര് മരങ്ങളെ ഒപ്പം പിടിക്കുകയും അവരെ പ്രിവെന്റ് ചെയ്തു. കോൺട്രാക്ടേഴ്സ് മുറിക്കാൻ വരുന്ന മരങ്ങളെ അവര് ഹഗ് ചെയ്ത് നിന്ന് മരങ്ങളെ മുറിക്കണതിന് മുമ്പ് ഞങ്ങളെ മുറിച്ചോളൂ. അപ്പൊ ഇതിനൊക്കെ ആ കോൺസെപ്റ്റ് റൂറൽ വളരെ പരിമിതമായ അറിവുള്ളവരാണെങ്കിൽ കൂടിയും അവരുടെ ഇൻവോൾവ്മെന്റ്, അവരുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഇൻവോൾവ്മെന്റ്, നാച്ചുറൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ്, അവരുടെ ഇമോഷൻസ് ആണ് അവിടെ കാട്ടിയിട്ടുള്ളത്. ഞാൻ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇവർ ഇങ്ങനെയാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിന്നത്. നിങ്ങൾക്ക് മരം മുറിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഞങ്ങളെ മുറിക്കൂ, എന്നിട്ട് നിങ്ങൾ മരം മുറിച്ചോളൂ. അപ്പൊ എത്രത്തോളം അവര് നേച്ചറിന് അല്ലെങ്കിൽ നേച്ചർ കൺസർവേഷനോ അല്ലെങ്കിൽ നേച്ചർ പ്രിസർവേഷനോ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ വഴി ഞാൻ പരാമർശിച്ച് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം ഇതാണ്. കാരണം ഇവർക്കൊന്നും വലിയ പഠിപ്പും വലിയ ഹൈ സ്കോളർലി അല്ല, പക്ഷെ അവർക്കറിയാം മരങ്ങൾ മുറിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ മരങ്ങൾ മുറിച്ചാൽ അത് നാടിന്റെ പുരോഗതിക്കോ അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ പോകുമെന്നുള്ള ഒരു വിശ്വാസം, മരത്തിലുള്ള വിശ്വാസമാണ് അത് ഈ പിക്ചർ കൂടെ അവർ എക്സിബിറ്റ് ചെയ്തത്. ഇതിന്റെ പോപ്പുലാരിറ്റി, ഈ ചിപ്കോ മൂവ്മെന്റിന്റെ പോപ്പുലാരിറ്റി രാജ്യം മുഴുവനും, ഇന്ത്യ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ വന്നു, അതിനെപ്പറ്റി ഡിസ്കഷൻസ് നടന്നു, അതിനെപ്പറ്റി പോപ്പുലാരിറ്റി കൂടി. പെട്ടെന്നായിരുന്നു ഈ പോപ്പുലാരിറ്റി വന്നത്. കാരണം ഇത്രയും വലിയൊരു ഹൈ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു
ഒപ്പോസിഷൻ ആൾക്കാർ സാധാരണക്കാരിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ എക്സ്പെക്ട് ചെയ്യാത്തതാണ് നടന്നപ്പോൾ അത് മാത്രമല്ല അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ജീവിത മാർഗമാണ് ഈ കൊമ്പുകളിൽ നിന്ന് ഉണങ്ങി വീഴുന്ന മരങ്ങളെ പീസുകളെ എടുത്തുകൊണ്ട് പോയിട്ട് വിൽക്കാൻ കൂട്ടിക്കെട്ടി. ആ സമയത്തൊന്നും ഗ്യാസോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഇതൊന്നും ഇല്ലല്ലോ. ചൂല എന്ന് വെച്ചാൽ അടുപ്പ് കത്തിക്കാനുള്ള ചൂലയിൽ വിട്ടുന്ന മരങ്ങൾ, ഈ ഉണങ്ങിയ മരങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് പോയി ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ ചെടികളും കൊടികളും മരങ്ങളിൽ നിന്ന് കിട്ടുന്നത് എടുത്ത് അവർ വിറ്റ് ജീവിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ജീവിത ദിനചര്യയാണ് ഇത് മുറിച്ചു മാറ്റിയാൽ എഫക്റ്റ് ആകാൻ പോവുക. അതുകൊണ്ടാണ് അവർ അതിനെ ഇത്രത്തോളം കാര്യമായിട്ട് ഒപ്പോസ് ചെയ്യാനും നിങ്ങൾ മരം മുറിക്കണമെങ്കിൽ ഞങ്ങളെ മുറിച്ചതിന് ശേഷം. അപ്പൊ ഈ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഈ മൂവ്മെന്റിനെ വളരെ കാര്യമായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇതിനെപ്പറ്റി ഒരു പോപ്പുലാരിറ്റി കിട്ടുകയും ചെയ്തു. അതിനെപ്പറ്റി വേൾഡിൽ മുഴുവനും ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾ വഴി അവർ ഇതിനെ നോക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഇവന്റ് ആയിട്ട് മാറുകയാണ് ഇവിടെ. അതാണ് ഇതിന്റെ വളരെ കാര്യമായിട്ടുള്ള ഒരു പ്രത്യേകത ഈ മൂവ്മെന്റിൽ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. നർമ്മദാ ബച്ചാവോ ആന്തോളനിൽ എന്താ വെച്ചാല് അവിടെ താമസിക്കുന്ന ആന്തോളൻ എന്ന് വെച്ചാൽ ഒപ്പോസിഷൻ, നർമ്മദ റിവറിന്റെ പേര്, ബച്ചാവോ എന്ന് വെച്ചാൽ രക്ഷപ്പെടുത്തുക. ആ നദീനെ, നർമ്മദാ നദിയിൽ കൂടെ ഒരു ഡാം കെട്ടാനാണ് ഉദ്ദേശം. ആ ഡാം കെട്ടുമ്പോൾ നർമ്മദയ്ക്ക് കുറുകെ ഡാം കെട്ടുമ്പോൾ അവിടെ ആയിരക്കണക്കിനുള്ള ഏക്കർ ഓഫ് ലാൻഡ് ആണ് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ ആദിവാസികളും അവിടെയുള്ള കർഷകരും അവിടെയുള്ള എൻവയറമെന്റലിസ്റ്റും അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസും അവളെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഒരു ഒപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഒപ്പോസിഷൻ എന്താ വെച്ചാൽ ഈ ഡാമിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഡാമിനെ കെട്ടി വന്നു കഴിഞ്ഞാൽ എക്കോസിസ്റ്റം ഡിസ്റ്റർബ് ആകും, അവരുടെ സാധാരണ മനുഷ്യരുടെ ജീവിതം ഡിസ്റ്റർബ് ആകും, അവരുടെ കൾച്ചർ ഡിസ്റ്റർബ് ആകും. അപ്പൊ ഇതിനെ ഇത്രയും വലിയ ലാർജ് സ്കെയിലുള്ള പ്രോജക്റ്റിനെ ഇതിന്റെ കോസ്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ കോടിക്കണക്കിന് എമൗണ്ട് ചെലവാക്കി ബെനിഫിറ്റ് ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ഡാം കെട്ടി ഉണ്ടാക്കിയാൽ എന്ത് വരാൻ പോകുന്നു, ഇതിനെ പറ്റിയാണ് ഈ എൻവയറമെന്റലിസ്റ്റും ഇവരെ ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. ഇതിന്റെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആ നാട്ടിലുള്ള അതിന്റെ ആവശ്യമുണ്ടോ, അതിനെപ്പറ്റി ഇത്രയും പണം ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ, ഇത്രത്തോളം ഇങ്ങനെ വലിയ വലിയ ഡാംസ് ഇവിടെ നർമ്മദയിൽ കെട്ടേണ്ട ആവശ്യമുണ്ടോ, പരാമർശങ്ങളായി, ഡിസ്കഷൻസ് ആയി, പ്രപ്പോസൽസ് ആയി. ഇതിനെയൊക്കെ അവര് അതിൽ നമ്മൾ ഫേമസ് ആയിട്ട് വരുന്നത് നമ്മളുടെ പത്കാർഡെയാണ്. നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ. ഇതിൽ അവര് ആ റിവറിൽ കൂടി ആ ഗ്രാമവാസികൾ ആ നദിയിൽ കൂടെ ക്രോസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ആരുടെയും വലിയ വലിയ അറിവുള്ള സ്കോളേഴ്സ് അല്ല, സാധാരണക്കാരാണ് അവർ നിൽക്കുന്നത്. അവർ നിന്നുകൊണ്ട് അവർ പറയുന്നത് ഈ വെള്ളത്തിൽ കൂടെ ഞങ്ങൾ ജീവിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഫിഷിംഗ് നടത്തുന്നുണ്ട്, പല വിധത്തിലുള്ള ജീവിത മാർഗമാണ്. അതിനെ കണ്ടാണ് ഈ നദീനെ രക്ഷപ്പെടുത്തു, നർമ്മദാ നദീനെ രക്ഷപ്പെടുത്തു, അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റീനെ സോൾവ് ചെയ്യൂ, ഇങ്ങനെ ഈ നാട്ടിൽ ഉള്ള കറന്റ് പ്രോബ്ലംസ് എങ്ങനെയെങ്കിലും തീർക്കണം, ഇതാണ് അവരുടെ ഉദ്ദേശം. അവസാനം ഇതിന് എന്താ വരുന്നത്, ഈ ആന്തോളനെ പറ്റി എന്ത് വന്നു, ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും ഈ സർദാർ സരോവർ ഡാം 1994 തൊട്ടുള്ള 99 വരെ ഈ മൂവ്മെന്റ്, നാഷണൽ അലയൻസ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നു, ആൾക്കാരനെ ഇൻവോൾവ് ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞ പാർട്ടിസിപ്പേഷൻ. ആ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്ന ശേഷവും 2000 ഒക്ടോബറിൽ സുപ്രീം കോർട്ട് ഒരു ഓർഡർ കൊടുക്കുകയാണ്. ആ ഓർഡറിൽ അപ്രൂവൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെയും അതിന്റെ ഹൈറ്റ് 90 മീറ്റേഴ്സ് ആക്കി മാറ്റണം എന്നുള്ള ഒരു ഓർഡറിൽ കൂടിയാണ് അവർ അതിനെ കോർട്ട് കൊടുക്കുന്ന ഒരു ഓർഡറാണിത്. സുപ്രീം കോർട്ടിന്റെ ഓർഡറാണ്. ആ കോർട്ടിന്റെ ഓർഡർ ഹൈറ്റ് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്.
കോടതി ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു ഹൈറ്റിലേക്കാണ്. അങ്ങനെയാണ് ഈ നർമ്മദ ആന്തോളൻ ബച്ചാവുവിന്റെ ഒരു റിസൾട്ടായിട്ട് ഡാം കെട്ടിയാൽ തന്നെ ഇത്രത്തോളമേ പാടുള്ളൂ എന്നുള്ള ലെവലിൽ ഒരു ഓർഡർ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഓർഡർ ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഭോപ്പാൽ ഡിസാസ്റ്റർ. ഇതെല്ലാം ഓരോ ഇൻഡസ്ട്രിയും അതിൻ്റെതായ പരിണാമങ്ങൾ. ഇവിടെ ഇന്ത്യയിൽ നമ്മൾ യൂണിയൻ കാർബണേറ്റ് ആണ് ഇത്, അമേരിക്കൻ കമ്പനി. അപ്പൊ ഈ കമ്പനികൾ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവർ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തു അവരുടെ നാട്ടിൽ വെക്കാണ്ട്? അപ്പൊ അത് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഈ ഇങ്ങനെ ഒരു കാലഘട്ടം, ഈ ഡിസാസ്റ്റർ വളരെ പ്രശ്നമായ ഒരു കാര്യം. കാർബണിന്റെ ഗ്യാസ് പുറത്തു വരികയും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുള്ള കമ്പനിയാണിത്. ഈ കമ്പനിയുടെ ഈ ഡിസാസ്റ്റർ 84 യൂണിയൻ കാർബണേറ്റ് അവിടെ പെട്ടെന്ന് ഒരു രാത്രി വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെട്ടുള്ളത്. കാരണം ഒരു വാർണിങ്സും ഇല്ല. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ അവിടെ വാർണിംഗ് സിസ്റ്റം വേണം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വർക്കേഴ്സിനും യൂണിയൻസിനും ഒരു വാർണിംഗ് സിസ്റ്റം വേണം. അതില്ല. പിന്നെ കോർപ്പറേറ്റ് ഓഫീസ് നടത്തിക്കൊണ്ടിരുന്ന കോർപ്പറേറ്റ് അവർ അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. നെഗ്ലിജൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിലാവശ്യമുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഫാക്ടറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എത്രയോ കോടിക്കണക്കിന് പൈസ ചെലവാക്കി വേണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കൊണ്ടിരിക്കാൻ ഈ വാർണിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവരണമെങ്കിൽ. അപ്പോൾ അത് കുറച്ച് ചെയ്തുകൊണ്ട് ശുദ്ധരായ ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് അവര് അണ്ടറായിട്ടുള്ള അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിരുന്ന എമൗണ്ട് കുറച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടായിരുന്നില്ല. സേഫ്റ്റി മെഷേഴ്സ് കുറവായിരുന്നു. അതേമാതിരി റെഗുലേഷൻസ്, സേഫ്റ്റി ഓഡിറ്റിംഗ് ഇല്ല. വർഷാവർഷം അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ഓഡിറ്റിംഗ് ചെയ്യണം എന്നൊരു സിസ്റ്റം ഉണ്ട്. കാരണം ഈ ഓഡിറ്റ് വഴി എത്രയാണ് അവരുടെ സിഗ്നലിംഗ് സിസ്റ്റം ശരിയാണോ, അതിന്റെ ലീക്കേജ് ഉണ്ടോ, ഇതൊന്നും ആ സേഫ്റ്റി മെഷേഴ്സിന് ആവശ്യമുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഇത്രയും വലിയൊരു നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ അവിടെ ഉണ്ടായത്. അപ്പോൾ ഇതിനൊക്കെ കാരണം അത് ഉണ്ടായി 84-ൽ. അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള പ്രശ്നങ്ങൾ, ഡിസേബിൾഡ് ആയി, ആദ്യം കുറെ മരിച്ചു. പിന്നെ സിക്നെസ്, കണ്ടിന്യൂസ് ആയിട്ട് സിക്നെസ്, ഇപ്പോഴും അതിന്റെ പരിണാമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് മരിച്ചവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക. കമ്പനി ഏത് കമ്പനിയാണോ അതിന്റെ ഉടമസ്ഥതയിലുള്ള അവർ കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഉണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് നോക്കണം, അവർക്കുള്ള കോമ്പൻസേഷൻ, മരിച്ചവർക്കുള്ള കോമ്പൻസേഷൻ കൊടുക്കണം, ഫാക്ടറി റിന്യൂ ചെയ്യണം, അതിൽ എന്തൊക്കെ തെറ്റുകൾ കണ്ടോ അതൊക്കെ തിരുത്തി കൊണ്ടുവരണം. ഇങ്ങനെ പലവിധ കാര്യങ്ങൾ ആ ലീഗൽ പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടായിരുന്നു ഈ കാർബണേറ്റ് ഇഷ്യൂ കാരണം. ഈ ഗ്യാസ് ഭോപ്പാലിൽ വന്ന ഗ്യാസ് ട്രാജഡി കാരണം എത്രയോ ആൾക്കാർക്ക് ഗ്യാസ് അല്ലേ പുറത്തേക്ക് വരുന്നത്, അത് എൻവയറമെന്റിൽ വായുവിൽ നിൽക്കുകയാണ്. വായുവിൽ നിൽക്കുമ്പോൾ അത് പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. വർഷങ്ങളോളം മാസങ്ങളോളം അത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. അല്ലാണ്ട് ഇത് വെറുതെ കഥയായിട്ട് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ ഭോപ്പാലിൽ നടന്ന സംഭവമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ അതിന് ബലി കൊടുക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കണം. അപ്പോൾ ഗ്ലോബൽ ലെവലില് യുണൈറ്റഡ് നേഷൻസ് 1983 ഒരു കമ്മീഷൻ ഉണ്ടാക്കി. ആ കമ്മീഷന്റെ പറഞ്ഞിട്ടുള്ളത് എന്ത് ഗ്രോത്ത് ആയാലും, എക്കണോമിക്കൽ ഗ്രോത്ത് എന്ത് ഗ്രോത്ത് വന്നാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഡാമേജ് ചെയ്യാണ്ട്, എൻവയറമെന്റിനെ ഡാമേജ് ചെയ്യാണ്ട് വേണം കൊണ്ടുവരാൻ. അതിലാണ് അവര് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവർ കോമൺ ഫ്യൂച്ചർ, എല്ലാവർക്കും ഉള്ള ഫ്യൂച്ചർ, കോമൺ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക. അതേസമയം അതിനെ കോംപ്രമൈസ് ചെയ്യാണ്ട് അതിന്റെ പരിണാമങ്ങൾക്ക് ഇങ്ങനെ വന്നാൽ അങ്ങനെ വരുന്ന അറിയാമല്ലോ. അപ്പൊ അവിടെ ഒരു ജിംനാസ്റ്റിക് കാണിക്കാണ്ട് കോംപ്രമൈസ് ഒന്നും കൊണ്ടുവരാണ്ട് ആൾക്കാരുടെ ജീവിതത്തിന്, അവരുടെ ഭാവി ജീവിതത്തിന് ഒരു പ്രശ്നങ്ങൾ വരുത്താണ്ട് കൊണ്ടുപോകണം. അതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. എൻവയറമെന്റൽ കൺസേണിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ക്വാളിറ്റിയിൽ കൂടുതൽ കൊണ്ടുവരാം, ഡെവലപ്മെന്റ് കൊണ്ടുവരാം, വേണ്ട നമ്മൾ പറയുന്നില്ല. ഇനി
കമ്മ്യൂണിറ്റി ബേസ്ഡ് നാച്ചുറൽ റിസോഴ്സസ് ഓരോ കൺട്രിയിലും ഓരോ കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസോഴ്സസിന് ഒരു മോഡൽ ഉണ്ടാക്കുക. ആ മോഡലിൽ പ്രത്യേകമായിട്ട് പാവപ്പെട്ടവർക്കും റൂറൽ ആയിട്ടുള്ളവർക്കും ഏത് സ്ഥലത്താണോ പോപ്പുലേഷൻ കൂടുതലുള്ളതും അവിടെയുള്ള കോളനിയിലുള്ളവർക്കും അതിലുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ഒരു മോഡൽ ഉണ്ടാക്കുക. ആ മോഡലിന്റെ ബേസ്മെന്റിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വെച്ചിട്ട് വേണം ഈ ഗ്രോത്തിന് ആവശ്യമായ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ. ഇതിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നാച്ചുറൽ റിസോഴ്സസിനെ ഉപയോഗിക്കാം, അവിടുത്തെ ആൾക്കാർക്കും കേടുപാട് വരാണ്ട് നമ്മൾ ആ കോൺസെപ്റ്റിനെ, നമ്മൾ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റിനെ പരിപാലിച്ചു കൊണ്ട് തന്നെ അവരുടെ ജീവിതചര്യകളെയും പരിപാലിച്ചു കൊണ്ട് തന്നെ അവർക്ക് വേണ്ടപ്പെട്ട എന്തൊക്കെയാണോ സാധാരണ മനുഷ്യന് ആവശ്യമുള്ളത് അതിനെ ഹൈലൈറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുവരാനാണ് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആ മോഡലിന്റെ ഉദ്ദേശം. ഇനി ഫോറസ്റ്റ് റവന്യൂ, ഈ കാട്ടിൽ നിന്ന് വരുന്ന റവന്യൂ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? ഫോറസ്റ്റിൽ നിന്ന് വരുന്ന റവന്യൂവിനെ ഒരു കൊളോണിയൽ സ്റ്റേറ്റിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു അത്. അപ്പോൾ ആ ബ്യൂറോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറിൽ കണ്ടിന്യൂ ചെയ്യാണ്ട് അവിടെ ഉള്ള റവന്യൂവിനെ ലോക്കലായിട്ടുള്ളവർക്ക് ഏതൊക്കെ തരത്തിൽ നമ്മൾക്ക് അത് അവർക്ക് കമ്മ്യൂണിറ്റിക്ക് കളക്റ്റീവായിട്ട് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ തരത്തിൽ നമ്മൾക്ക് ലീഗൽ സിസ്റ്റംസ്, എന്തൊക്കെയാണോ ലീഗൽ സിസ്റ്റംസ് ആവശ്യമുള്ളത് അതിനെ നോൺ യൂറോപ്യൻ ഫോംസ് വഴി അതിനെ അവർക്ക് കിട്ടേണ്ട റൈറ്റ്സ് കൊടുത്ത്, അവർക്ക് കിട്ടേണ്ട കൺസേൺ കൊടുത്ത്, അവർക്ക് ജീവിക്കാനുള്ള അവരുടെ ഒബ്ജക്റ്റീവ്സ്, ആ ഫോറസ്റ്റിനെ റിസർവ് ചെയ്യണം, കൺസർവ് ചെയ്യണം. പക്ഷെ അതിൻ്റെതായ ആൾക്കാർക്ക് ആ ട്രഡീഷണൽ ഫോറസ്റ്റിൽ താമസിക്കുന്നവരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് വേണം ചെയ്താനും ഭരിക്കാനും എന്നുള്ളതാണ് ഈ ഫോറസ്റ്റ് റവന്യൂ വഴി ഉദ്ദേശിക്കുന്നത്. ആ പോസ്റ്റ് കൊളോണിയൽ ടൈമില് സൊസൈറ്റിയിൽ നമ്മൾ എന്തൊക്കെയാണോ പോസ്റ്റ് കൊളോണിയൽ ടൈമിൽ, കൊളോണി മാറിയ ശേഷം നമ്മൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിച്ചോ അത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്നോ, അവരുടെ ജീവിതചര്യ, അവരുടെ ലൈവ്ലിഹുഡ്, അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള നാച്ചുറൽ റിസോഴ്സസ് കൊടുത്തിട്ടുണ്ടോ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സ് മാനേജ്മെന്റും ചേഞ്ചസും കൊണ്ടുവന്നോ, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ പരാമർശിച്ച മാതിരിയുള്ള ആ സക്സസും ഫെയിലിയേഴ്സും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്താണ്? ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ഷിഫ്റ്റ് ആണ്. ആ ഷിഫ്റ്റിൽ നിന്ന് നോൺ സ്റ്റേറ്റ് നിന്ന് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് പതുക്കെ കൊണ്ടുവരിക. അത് ആ പോളിസി എന്ന് 27 സ്റ്റേറ്റ്സിലാണ് അത് പരാമർശിച്ചത്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ അത് വേൾഡ് മുഴുവനും കൊണ്ടുവരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇതിൽ വഴി നമ്മൾ എന്താ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ദിനചര്യ കൺസർവേഷൻ ചെയ്യുക, പരിപാലിച്ചു കൊണ്ടുപോവുക, സ്റ്റേറ്റിനും സൊസൈറ്റിക്കും ഉള്ള റിലേഷൻഷിപ്പിനെ നല്ല വിധത്തിൽ കൊണ്ടുപോവുക. അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അവരുടേതായിട്ടുള്ള പവർ അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രോപ്പർട്ടിക്കുള്ള അവരുടെ ഭരണം അല്ലെങ്കിൽ അതേമാതിരി തന്നെ ഗവൺമെന്റും ഈ ആൾക്കാർക്ക് താമസിക്കുന്നവർക്ക് അവരുടേതായ റൈറ്റ്സ് കൊടുക്കണം. ആ റൈറ്റ്സ് കൊടുത്തു വേണം അവരുടെ ജീവിതചര്യങ്ങൾ കൊണ്ടുപോകാൻ. ഇനി 1990 ഒരു കുറെ ഡെവലപ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നു. ആ സിസ്റ്റം വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓവർലാപ്പിംഗ് ഇല്ലാണ്ട് ട്രഡീഷണൽ വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ ലോക്കൽ കമ്മ്യൂണിറ്റി കൊണ്ടുവരികയും അതിൽ ഓവർലാപ്പ് ചെയ്യിക്കാണ്ട് വില്ലേജ് കമ്മ്യൂണിറ്റിക്ക് ഏതൊക്കെ തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള കൺസർവേഷനും ഡെവലപ്മെന്റ് സ്കീംസ് കൊണ്ടുവരിക. ആ സ്കീമിൽ കൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഗ്രാമസഭയും ലോക്കലായിട്ടുള്ള ആൾക്കാരെ എലക്ട് ചെയ്ത് കൊണ്ടുവരിക. ലോക്കലായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് നമുക്ക് പറയാം ആ ബോഡിയിൽ. കാരണം അവരുടെ പ്രശ്നങ്ങൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുക. അവരെ ഇൻവോൾവ് ചെയ്യിച്ച് വേണം ഈ പഞ്ചായത്ത് രാജ് വഴി എല്ലാവിധ ഗ്രോത്തും കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഡെവലപ്മെന്റ് സ്കീമിന്റെ ഉദ്ദേശം. ഇനി നിയോലിബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരമായിട്ടുള്ള ഒരു നിയോലിബോളിസം, ഗ്രാജുവൽ ഷിഫ്റ്റിൽ നിന്ന്. അപ്പോൾ ഇവിടെ വരുന്നത് റിട്രീറ്റിംഗ് സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ
ചെയ്തു കൊടുക്കണം. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ NGOs വഴി അവരെ കൊണ്ട് ഈ ആൾക്കാർക്ക്, ഫിലാന്ത്രറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് 80-ൽ ഇത് പ്രൊഫഷണലിസത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇതിൽ തന്നെ നമ്മൾ ചെയ്തു ഈ ഫിലോസഫിക്കലായിട്ട് അവർക്ക് കമ്മിറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം പാവപ്പെട്ട കമ്മ്യൂണിറ്റീസിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സ് കൊണ്ടുവച്ച്, പുതിയതായിട്ടുള്ള എന്റർപ്രണർഷിപ്പ് കൊണ്ടുവച്ച്, അതിന്റെ ഫൗണ്ടിങ് ഗ്രാമീണ ബാങ്ക് ഉണ്ടാക്കി ബംഗ്ലാദേശില്. അവർ പ്രത്യേകിച്ച് ലേഡീസിന് മാത്രം. ഡിസ്കോസ് അനാലിസിസിൽ മൈക്കൽ ഫ്രോട്ട് പറയുന്നത് കോളനിയിൽ ആ സമയത്തുള്ള കോളനി, പോസ്റ്റ് കോളനി, ഇതെല്ലാം ഓരോ കോളനി ഫ്രീഡം കിട്ടിയ ശേഷം വരുന്നതാണ്. അപ്പൊ അതിന് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയും അതേമാതിരി ഡെവലപ്മെന്റ് NGOs വഴിയും അതേമാതിരി ക്യാപിറ്റലും മാർക്കറ്റും റിലേഷൻഷിപ്പ് കൊണ്ടുവരിക. അങ്ങനെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിനെ ഒരു കൾച്ചറൽ ഇമ്പീരിയലിസം കൊണ്ടുവച്ച് അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടണം. ഇതാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ ഒരുപാട് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ ഇതില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, രാജ്യത്തുള്ള ഹങ്കർ സ്ട്രൈക്ക് അല്ലെങ്കിൽ ദാരിദ്ര്യം മാറ്റുക, എല്ലാവർക്കും വേണ്ട വിധത്തിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുക, ജെൻഡർ ഇക്വാളിറ്റി, ആൺ പെൺ വ്യത്യാസം, ലേഡീസിനെ എംപവർമെന്റ് ചെയ്യുക, കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നത്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക, മെറ്റേണൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെ മലേറിയ ഡിസീസുകളെ കുറച്ചുകൊണ്ട്, ഇങ്ങനെ പല വിധത്തിലാണ് ഇത് യുണൈറ്റഡ് നേഷൻസ് മെമ്പേഴ്സ് ജോയിൻ ചെയ്ത് 17 ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ. ഇനി നമ്മൾ പറയാൻ മനസ്സിലാക്കുന്ന ഗ്ലോബൽ വാർമിംഗ്. എന്തുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് വരുന്നത്? എനർജി കൺസപ്ഷൻ കൂടുതലായതുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് വരുന്നത്. അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ നമ്മൾ ബേൺ ചെയ്യുന്നു, ആ ഹീറ്റ് ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന എർത്തിന്റെ പുറത്ത് വരുന്ന ആ ഹീറ്റിനെ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ ഈ ഹീറ്റ് വന്ന് ട്രാപ്പ് ചെയ്യുന്നു. അപ്പൊ ലോങ് ടേമിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഹീറ്റിംഗ് എർത്തിന്റെ ക്ലൈമാറ്റിക് സിസ്റ്റം തന്നെ മാറി മറിഞ്ഞു പോവുകയാണ്. കാരണം ഈ കാർബൺ ഡയോക്സൈഡ് വന്നിട്ട് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ കാരണം ഇതിന് ഒരു സുഷിരങ്ങൾ വീഴും. ആ സുഷിരങ്ങൾ വഴി അത് കൂടുതലായി പോകുന്നു. ഇനി ആന്ത്രപ്പോണിയൽ വഴിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇതേമാതിരി അറ്റ്മോസ്ഫിയറിക്കും ജിയോളജിക്കൽ ഹൈഡ്രോളജിക്കൽ പ്രോസസ് വഴി മനുഷ്യ മനസ്സിനെ ഉപദ്രവിക്കാണ്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആന്ത്രപ്പോണിയന്റെ വരുന്നത്. UN ആക്ഷൻ എടുക്കുന്നുണ്ട്. 87-ൽ വിയന്ന ഓസോൺ ലെയർ പറയുന്നു, അതിനെപ്പറ്റി ഫ്രെയിംവർക്ക് കൊണ്ടിരിക്കുന്നു, സമ്മിറ്റ് നടത്തുന്നു. ഇതൊക്കെ അവരുടെ പെർ ക്യാപിറ്റ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ്. ക്ലൈമാറ്റിക് ചേഞ്ചസ് കൊണ്ടുവന്നു. ആ ക്ലൈമാറ്റിക് ചേഞ്ചസ് വേണ്ടി ആക്സിഡിഫിക്കേഷൻ, എത്രത്തോളം ഡിപ്ലീഷൻ കുറയ്ക്കാൻ പറ്റുമോ അത് നമ്മൾ നോക്കുന്നു. അഗ്രേറിയൻ ക്രൈസിസിലും ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ക്യാപിറ്റലിസ്റ്റിക്കുള്ള അഗ്രേഷൻ കുറയ്ക്കണം. അർബനൈസേഷൻ ഇമ്പാക്റ്റിലും നമ്മൾ ഉദ്ദേശിച്ചിട്ടത് എത്രത്തോളം ഇൻക്രീസ് ചെയ്യാൻ പറ്റും, മനുഷ്യന്റെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി എയർ പൊല്യൂഷൻ കുറച്ച് കൊണ്ടുവരിക, റെസ്പിറേറ്ററി ഓർഗൻസും അതേമാതിരി ഹെൽത്ത് പൊല്യൂഷൻ കുറച്ച് കൊണ്ടുവരിക. ഗവൺമെന്റ്, ഡൽഹി ഗവൺമെന്റ് ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. പല വിധത്തിലുള്ള ആക്ഷൻസ് അവരെടുത്തു. ഫ്യുവലിങ്ങിന് യൂസ് ചെയ്യാണ്ട് പോവുക, ഡേറ്റ് മാറിക്കൊണ്ടു പോവുക, ഷട്ടിലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ അനുസരിച്ച് വണ്ടികൾ റോഡിൽ ഇറക്കാണ്ടിരിക്കുക. ഇതൊക്കെ ഡൽഹി ഗവൺമെന്റ് എടുത്ത ആക്ഷൻസ് ആണ്. വളരെ ആക്ഷൻസ് അവള് ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട്. കാരണം ഡൽഹിയാണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ട് വരുന്നത് ഇപ്പോൾ. ഗ്രീൻ ഇക്കോണമിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു പോയതാണ് നേരത്തെ തന്നെ. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് വായിച്ചു പോയാൽ മതി. ഈ ഡെവലപ്മെന്റലിസത്തിലും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്, സോഷ്യൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടിരിക്കണം. ഇതോടുകൂടി നമ്മൾ ഈ സോഷ്യൽ ഡെവലപ്മെന്റ് ഇക്കണോമിക്കിൽ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റൈസ് ചെയ്യണം. ഏതിനാണ് നമ്മൾ ആദ്യം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഇക്കോളജിക്കൽ വെൽബീയിങ്, ആൾക്കാരുടെ ചാലഞ്ചസിനെയും അവരുടെ യൂസും കൺസംഷനും കുറയ്ക്കുക,
കോർപ്പറേറ്റ് പ്രോഫിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എൻവയറമെന്റൽ ജസ്റ്റിസ് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എൻവയറമെന്റിനെ അധികം ഉപദ്രവിക്കാണ്ടും അതിന് വേണ്ട റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. ഗവൺമെന്റ് വിചാരിച്ചാൽ പറ്റും. ജനങ്ങളെ അവെയർ ആക്കുക, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യിക്കാനും വേണം. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഡിസ്കസ് ചെയ്തു പോയത്. നിങ്ങൾ നല്ല വിധത്തിൽ ഈ ചാപ്റ്ററിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് എത്രത്തോളം ഇംപ്രൂവ്മെന്റ് നമ്മൾ സ്വയം ചെയ്യാൻ പറ്റും. നമ്മുടെ നാടുകളിൽ നമ്മൾ പ്രാക്ടീസ് ആസ് എ സിറ്റിസൺ ഓരോ മനുഷ്യരും അവൻ്റെതായ കോൺട്രിബ്യൂഷൻ ഈ എൻവയറമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യണം. നന്ദി, നമസ്കാരം.